ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. ധരണി ഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം അല്ലെങ്കിൽ വിദ്യുൽ കാഞ്ചന സമപ്രഭം, മിന്നലിൻ്റെ ശോഭയോട് കൂടിയവനും, കുമാരം സുബ്രഹ്മണ്യൻ, ശക്തിഹസ്തം ശക്തി വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ തം മംഗളം അങ്ങനെയുള്ള ചൊവ്വയെ ഞാൻ നമസ്കരിക്കും. ചൊവ്വയുടെ പര്യായങ്ങളാണ് ഭൂമി ചേർത്തുള്ള എല്ലാ പര്യായങ്ങളും അല്ലേ. ധരണീപതിഹി, ശ്മാപതിഹി, ഭൂപതിഹി, ഭൂമിസുതഃ, ഭൂമിസൂനുഹു, ഇതൊക്കെ ചൊവ്വയുടെ പര്യായങ്ങളാണ്. ഇവിടെ നാം എന്തിനാണ് ചൊവ്വയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്? ചൊവ്വ ഇതാ ജ്യോതിശാസ്ത്രത്തിൽ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശി കഴിഞ്ഞ് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1201 കുംഭമാസം 11-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 23-ാം തീയതി ചൊവ്വ കുംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്ര ദിവസമാണ് അവിടെ ചൊവ്വ ഉള്ളത്? 40 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 40 ദിനങ്ങൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ആശ്രയഫലം നന്നായിട്ടല്ല ആചാര്യന്മാർ വിവരിച്ചിട്ടുള്ളത്. ദുഃഖാർത്തോ വിഡ്ഢനഃ അടനഃ അനൃതരതിഹി തീഷ്ണശ്ച കുംഭസ്ഥിതി. ദുഃഖിതനാവുക, ധനം കൈവിട്ടു പോകുക, അടനഃ പരിഭ്രമം സഞ്ചരിക്കുക, അനൃതരതിഹി ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവുക, ചീത്ത രതിയിലേക്ക് പോവുക, തീഷ്ണസ് അനാവശ്യമായി തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുക. ഇതൊക്കെയാണ് കുംഭത്തിലുള്ള ചൊവ്വയുടെ ആശ്രയഫലം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ചൊവ്വ ഈ കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നന്നായി ചൊവ്വയുടെ മന്ത്രങ്ങൾ ജപിക്കാം. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജിക്കാം, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഭജിക്കാം. ഇവിടെ ചൊവ്വ ഇത്രയും കാലം മകരത്തിൽ നിന്നിരുന്നത് ഉച്ചക്ഷേത്രത്തിലാണ്. അത് സ്ത്രീരാശിയാണ്, അത് ഭദ്രകാളിയാണ്. ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? പുരുഷരാശിയിലാണ്. അതിനാൽ ഇവിടെ ഭജിക്കാൻ നല്ലത് സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതമെടുക്കാം, സുബ്രഹ്മണ്യ പൂജ ചെയ്യാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം. ഇപ്രകാരം ഈ ചൊവ്വയെ നന്നാക്കി എടുത്താൽ ഈ ചൊവ്വ നല്ല പോസിറ്റീവായ അനുഭവങ്ങൾ പ്രഷ്ടാവിന് നൽകും. ചൊവ്വയെ കൊണ്ട് 3 വിഷയമാണ് ചിന്തിക്കുക. ഭ്രാത, സത്വഞ്ച, ഭൗമ, ക്ഷിതിരവി. 1 സഹോദരങ്ങൾ, 2 തന്നെ സാഹസികത, ധൈര്യം, ഊർജ്ജസ്വലത, മറ്റൊന്ന് ഭൂമി. ഇത് ഓരോ രാശിക്കാർക്കും ഈ ഭൂമിപരമായ വിഷയങ്ങളായാലും സഹോദര ഗുണങ്ങളായാലും എപ്രകാരമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ തുലാൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് മാരകസ്ഥാനാധിപത്യം വഹിച്ച് 5-ാം ഭാവത്തിലാണ്. എന്തൊക്കെയാണ് മാരകസ്ഥാനം? ദ്വിതീയം സപ്തമസ്ഥാനം ച മാരകസ്ഥാനം ഉച്ചതി. 2-7 ഭാവങ്ങളെയാണ് നാം മാരകസ്ഥാനം എന്ന് പറയുന്നത്. 8-ാം ഭാവവും മാരകസ്ഥാനമാണ്. ഇവിടെ 7-2 ഭാവാധിപനായ ചൊവ്വ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. വളരെയധികം ക്ലേശങ്ങളെ ഈ ചുരുങ്ങിയ കാലം 40 ദിവസക്കാലം കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വ പ്രദാനം ചെയ്യും. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് 5-ാം ഭാവം സന്താന വിഷയമാണ്. ഇവിടെ മാരകസ്ഥാനാധിപത്യം വഹിക്കുന്ന ചൊവ്വ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സന്താന വിഷയങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും. 5-ാം ഭാവം കൊണ്ടാണ് നാം ചിന്തിക്കുന്നത് സന്താനങ്ങളെ. പ്രജ്ഞാ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമപി ചിന്ത്യം. സൗമനസ്യാണ് 5-ാം ഭാവം, സുമനസ്സാണ്. അപ്രകാരം 5-ാം ഭാവം ചിന്തിക്കുന്നത് സന്താനങ്ങളെയാണ്, നല്ല ബുദ്ധിയാണ്, പ്രതിഭയാണ്. ഇവിടെ 5-ൽ ചൊവ്വ നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ ആ ചൊവ്വ. അതിനാൽ ഗർഭിണികൾ എബോർഷൻ പെട്ടെന്ന് സാധ്യത വരും. മാസം തികയാതെ പ്രസവിക്കുക, അല്ലെങ്കിൽ തുലാൻ രാശിക്കാർക്ക് ഉള്ള സന്താനങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ വളരെയധികം അരിഷ്ടതകൾ വരും ഈ 40 ദിവസക്കാലം എന്നറിയുക. നിർബന്ധമായും 11 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കർഗഹോമവും, 11 വയസ്സിന് മുകളിൽ പ്രായമുള്ള തുലാൻ രാശിക്കാരായവർക്ക് അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ചെയ്യണം. ശാരീരികമായും വളരെയധികം വയറിന് ബുദ്ധിമുട്ടുണ്ടാകും. അൾസർ രോഗികൾക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാകും. ഹൃദ്രോഗം എന്നൊരു പേരുമുണ്ട് കുംഭൻ രാശിക്ക്. അപ്രകാരം തന്നെ മറ്റൊരു പേരെന്താണ്? ബധിരഹ എന്നൊരു പേരുമുണ്ട്.
അപ്പോൾ കേൾവി സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾക്കും ഹൃത്സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യത വളരെയധികം കൂടുതലാണ്. ചൊവ്വ നോക്കുന്നത് 11ാം ഭാവത്തിലേക്കാണ്. 11ാം ഭാവം പാദങ്ങളാണ്. അതിനാൽ പാദങ്ങൾക്ക് ഫ്രാക്ചറുകൾ വരിക. ഈ ചൊവ്വ ഒരു നല്ലൊരു പൊസിഷനിലല്ല 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. അസുതോ ധനവർജിത സ്ത്രികോണെ എന്നാണ് 5ൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അസുതഹ സന്താനങ്ങളില്ലാത്തൊരവസ്ഥ വരിക. ധനവർജിത ധനം കൈവിട്ട് പോവുക. ഈ ചൊവ്വ പലപ്പോഴും മറ്റുള്ളവർക്ക് ദുഷ്ടബുദ്ധി ഉപദേശിക്കാൻ വളരെ നല്ലതാണ്. ഏഷണി കൊടുക്കുന്ന ബുദ്ധികളൊക്കെ കൊടുക്കുക, അതിൻ്റെ ഭാഗഭാക്കാവുക. ഇങ്ങനെയുള്ള ധാരാളം പ്രകടനങ്ങൾ ഈ 5ൽ നിൽക്കുന്ന ചൊവ്വ എന്തു ചെയ്യും? തുലാരാശിക്കാർക്ക് ഈ ഒരു അവസരത്തിൽ പ്രദാനം ചെയ്യും. ദുർബുദ്ധിയെ പ്രദാനം ചെയ്യും. ചമത്കാരിക തമിഴിൽ ഇപ്രകാരമാണ് പറയുന്നത്: കുജപ്പഞ്ചമേ ജാഡരാഗ്നി ബലിയാൻ. 5ൽ ചൊവ്വയുള്ളപ്പോൾ വളരെയധികം ജഡരാഗ്നി ഉണ്ടാകും. വയറുള്ള അഗ്നിയാണ് ജഡരാഗ്നി. ജഡരാഗ്നി കൂടിയാൽ എന്ത് നിന്നാലും ദഹിക്കുന്ന ഒരു വയറാകും. ന ജാതം നിഹന്തി ഏകമേവ. ഉണ്ടാകുന്ന ഓരോ സന്താനങ്ങളെയും നശിപ്പിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും 5ലെ ചൊവ്വ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. തദാനീം അനൽപാമതി കിൽബിഷേപി. പല കാര്യങ്ങൾക്കും കുറ്റവാസന, കുറ്റരതി, ദുഷ്ടബുദ്ധി, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ബുദ്ധി തോന്നിപ്പിക്കും, ചെയ്യിപ്പിക്കും. സ്വയം ദുഗ്ധവത് തപ്യതേ അന്തസ്സദേവ. താൻ പാല് പോലെ താനും തിളക്കും, അവസാനം തപിക്കും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പല പാപകർമ്മത്തിലും ഏർപ്പെട്ടാൽ അവസാനം തുലാൻ രാശിക്കാർ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവരാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു ഫീൽ അവർക്കുണ്ടാകും, പിന്നെ പശ്ചാത്തപിക്കും. അതിനാൽ വളരെയധികം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് 5ാം ഭാവം കൊണ്ട് സ്വന്തം ഗ്രാമത്തിൽ നിൽക്കുന്ന ദേവതകളെയും സുബ്രഹ്മണ്യനെയും ഭജിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5ാം ഭാവം മന്ത്രസ്ഥാനമാണ്. നിർബന്ധമായും ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം. അവിടെ കടുംബായസം, രക്തപുഷ്പാഞ്ജലി, ഷഷ്ടിവ്രതം എടുക്കുക. അപ്രകാരം ഭദ്രകാളി ക്ഷേത്രത്തിൽ നന്നായി എന്ത് ചെയ്യണം? കർമ്മമുട്ടി ചെയ്യുക, ദേഹമുട്ടി ചെയ്യുക, രക്തപുഷ്പാഞ്ജലി, കടുംബായസം ചെയ്യുക, മന്ത്രം ജപിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഃ എന്ന മന്ത്രം ജപിക്കുക. അതിനുമപ്പുറം എന്ത് ചെയ്യണം? ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ചകുല ധർമ്മം ജ മാം ജ പാലയ പാലയ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കുമെന്നറിയുക. നന്ദി, നമസ്തേ.